വട്ടം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. വേർഡ് പസിൽ എന്നുള്ള ക്വസ്റ്റ്യൻ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിങ്ങളുടെ എക്സാമിന് ഇതുവരെ കണ്ടിട്ടില്ല. സോ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ 2 ഇമ്പോർട്ടന്റ് വേർഡ് പസിൽസ് നമ്മൾ ഇന്ന് പഠിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു വേർഡ് പസിൽ എക്സാമിന് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. റെഡി? എന്താ മക്കളെ വേർഡ് പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പസിൽ പോലെ തരൂല്ലേ. അപ്പൊ നിങ്ങൾ ഈ പത്രത്തിലൊക്കെ പണ്ട് സുഡോക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ പസിൽസ് പോലെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ തരും. നിങ്ങൾ ഈ പണ്ടത്തെ സ്റ്റോറി ബുക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇതുപോലെ പസിൽസ് തരുന്നത്. സോ ഇതുപോലെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ബോക്സസ് തരും. എന്നിട്ട് അതിന് അനുയോജ്യമായ ആൻസർ വരുന്ന എന്ത് തരും, കുറച്ച് ക്വസ്റ്റ്യൻസും തരും. ഈ ക്വസ്റ്റ്യൻസിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അപ്പൊ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് അല്ലെ. ഓക്കെ, അക്രോസ് എന്നും നമ്മൾ പറയാറുണ്ട്, വലത്തോട്ട് എഴുതേണ്ടതാണ്. ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, താഴോട്ട് എഴുതേണ്ടതിനെയാണ് നമ്മൾ ഡൗൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ നമ്പറിൽ നിന്നും വലത്തോട്ടാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. റൈറ്റിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പൗഡർ ഒബ്റ്റെയിൻ ഫ്രം ഗ്രൈൻഡിങ് ഗ്രെയിൻസ്. ഗ്രെയിൻസ് ഗ്രൈൻഡ് ചെയ്യുന്നതിലൂടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന പൗഡർ എന്താ, ഫ്ലവർ ആണ് അല്ലെ, പൊടി, പുട്ടുപൊടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. FLOUR എന്നുള്ളതാണ് എന്ത്, ഫ്ലവറിന്റെ സ്പെല്ലിംഗ്. അടുത്ത നോക്കിയേ, ടം അപ്പ് ദ സോയിൽ ബിഫോർ സോയിങ്. നമ്മൾ സോ ചെയ്യുന്നതിന്റെ മുന്നേ, വിത്ത് നടുന്നതിന്റെ മുന്നേ ആ ഒരു സോയിലൊക്കെ ഉഴുത് മറിക്കുന്നതിന് നമ്മൾ എന്താ പറയാം, നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ തന്നെ ഉണ്ട് അല്ലെ, പ്ലോമാൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കർഷകനെ. സോ പ്ലോ എന്നാണ് പറയാ, എന്താണ്, പ്ലോ എന്നാണ് പറയാ. അപ്പൊ അത് നമുക്ക് എഴുതാം, 2ൽ നിന്നും വലത്തോട്ട്, PLOUGH. റെഡി? സോ അടുത്തത് നോക്കിക്കേ, 3ൽ നിന്നും വലത്തോട്ടാണ്. അനദർ വേർഡ് ഫോർ ഫാമർ. ഫാർമറിന്, കർഷകന് നമ്മൾ പറയുന്ന വേറൊരു വേർഡ് ഏതാ? ഇപ്പൊ തന്നെ എന്റെ മക്കൾ വേഗം ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. അത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. എന്താണ് അനദർ വേർഡ് ഫോർ ഫാമർ? പെസന്റ് ആണ് അല്ലെ, പെസന്റ് ആണ്. റെഡി അല്ലേ, സെറ്റ് അല്ലേ? എടാ ഇനി ഇതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ജോയിൻ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി എജുപോർട്ടിന്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ റിവിഷനും ഒക്കെ ആയിട്ട് നമ്മൾ ഡെയിലി ലൈവ് വെക്കുന്നുണ്ട്. സോ ലൈവിലും ജോയിൻ ചെയ്യാൻ വേണ്ടി എന്റെ മക്കള് മറക്കരുത്. ഇനി അടുത്തത് ഡൗൺ നോക്കാം അല്ലെ, താഴോട്ട് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. വൺ ഹു കനോട്ട് ഹിയർ. ചെവി കേൾക്കാൻ പറ്റാത്ത ആളെ നമ്മൾ എന്താ പറയാ, ഡെഫ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, കണ്ണ് കാണാൻ പറ്റാത്ത ആളെ നമ്മൾ ബ്ലൈൻഡ് എന്നാണ് പറയാ. ചെവി കേൾക്കാൻ പറ്റാത്ത ആളെ നമ്മൾ എന്താ പറയാ, ഡെഫ് എന്നാണ് പറയാ കേട്ടോ. അപ്പൊ 4ന്ന് താഴോട്ട് എന്താണ്, ഡെഫ്. റെഡി? അപ്പൊ ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എഫിൽ അവസാനിച്ചു. ഇനി അടുത്തത് 5ന്ന് താഴോട്ട് എന്താ, ലോങ് സ്റ്റിക്ക് യൂസ്ഡ് ആസ് എ സപ്പോർട്ട് ബൈ എ പേഴ്സൺ വിത്ത് ഇഞ്ചുറി. അസുഖം ബാധിച്ചവര് യൂസ് ചെയ്യുന്ന ആ ഒരു ലോങ് സ്റ്റിക്സ്, നമ്മൾ ഗ്രെയിൻ ആസ് എ ബിഗ് ആസ് ഹെൻസ് എഗ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. അത് നമ്മൾ എന്താ പറയാ, ക്ലച്ചസ് എന്നാണ് നമ്മൾ ഊന്ന് വടിയിനെ പറയുന്ന പേര്. സോ ഈ ഒരു പസിൽ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തൊരു പസിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പസിലാണ്. ഇവിടെ കുറച്ച് വേർഡ്സും അതിന്റെ വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വേർഡ്സും തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഡൗണും അതുപോലെ തന്നെ അക്രോസും ഒന്നുമില്ല, ഓരോ നേരെ തന്നെ അല്ലെങ്കിൽ റൈറ്റിലേക്ക് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, കംപ്ലീറ്റ് ദ വേർഡ് പിരമിഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിൻസ്. എ പ്ലേസ് ഇൻ ദ മൗണ്ടെയിൻ. ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന, ടി വെച്ച് അവസാനിക്കുന്ന മൗണ്ടെയിൻ ഭാഗത്തെ സ്ഥലങ്ങളെ നമ്മൾ എന്താ വിളിക്കുക, ഗട്ട് എന്ന് പറയാനുണ്ട് അല്ലെ. വെസ്റ്റേൺ ഗട്ട്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഗട്ട് എന്നാണ് പറയാ. ഇനി എ സ്മോൾ ഏരിയ ഓഫ് ലാൻഡ് വിത്ത് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രീസ്. കുറച്ച് മരങ്ങൾ വളർന്ന്, അല്ലെങ്കിൽ മരങ്ങൾ, മാന്തോപ്പുകൾ, തെങ്ങുംതോപ്പുകൾ എന്നൊക്കെ പറയും. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രീസ് കൂടി വളരുന്ന സ്ഥലങ്ങൾ നമ്മൾ എന്താ പറയാ, ഗ്രോവ് എന്നാണ് പറയാ. ഓക്കെ, ജിയിൽ തുടങ്ങി ROVE ആണ്. ഓക്കെ, ഗ്രോവ് എന്നാണ് പറയാ. ഇനി അടുത്ത നോക്കി, ഈറ്റ് ക്വിക്ലി. പെട്ടെന്ന് ആർത്തി പിടിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ എന്താ പറയാ, ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിവോർ എന്നാണ് പറയാ കേട്ടോ. വിഴുങ്ങ, ആർത്തി പിടിച്ച് വിഴുങ്ങ. ഇനി അടുത്തത് സ്പീക്ക് വെരി ക്വയറ്റ്ലി. വളരെ നിശബ്ദമായി, വളരെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നതിന് നമ്മൾ എന്താ പറയാ, W വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, R വെച്ച് അവസാനിക്കുന്നു, എന്താണ്, വെസ്പർ ആണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, ഷോ കെയർ ഓഫ് സംബഡീസ് പ്രോബ്ലം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നാം, ഒരു സഹതാപം തോന്നാം, അതിനെന്താ നമ്മൾ ഇംഗ്ലീഷ് പറയാ, സിംപതി എന്നാണ് കേട്ടോ, സിംപതി. ഓക്കെ, ഈസി ആണ്. നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ തരും, ചില സമയത്ത് ഇടയ്ക്കുള്ള വേർഡ്സും തന്നിട്ടുണ്ടാവും. സോ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എൻ്റെ മക്കൾക്ക് തരാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ആൻഡ് താഴെ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മിസ്സിന്റെ ഫേവറേറ്റ് ഹാർട്സ് ആയിട്ടുള്ള കുറച്ച് യെല്ലോ ഹാർട്സ് കമന്റ് ചെയ്തോളൂ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബൈ, ലവ് യു ഓൾ.